So welcome back to our channel CTech. So നമ്മൾ നോക്കാൻ പോകുന്നത് CNലെ മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 നമ്മൾ മൊഡ്യൂൾ 2 ൽ എന്താ ഡിസ്കസ് ചെയ്ത ഡേറ്റ ലിങ്ക് ലെയറിനെ പറ്റിയാണ്. മൊഡ്യൂൾ 3 ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് ലെയറിനെ പറ്റിയാണ്. നെറ്റ്വർക്ക് ലെയറിൽ നമുക്ക് മെയിൻലി പഠിക്കാനുള്ള റൗട്ടിംഗ് അൽഗോരിതംസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൗട്ടിംഗ് അൽഗോരിതംസ് ഉണ്ട്. ആ എല്ലാ റൗട്ടിംഗ് അൽഗോരിതംസും ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് വൺ ബൈ വൺ ഓരോ അൽഗോരിതം നോക്കാം. റൗട്ടിംഗ് അൽഗോരിതംസ് ഒരു 7 മാർക്കിനും 14 മാർക്കിനൊക്കെ എസ്സേ ആയിട്ട് ചോദിക്കാമെന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് റൗട്ടിംഗ് അൽഗോരിതം. സോ അതിനു മുമ്പ് എന്താണ് റൗട്ടിംഗ് എന്ന് പഠിക്കാം. സോ വാട്ട് ഈസ് റൗട്ടിംഗ്? റൗട്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മൂവിംഗ് പാക്കറ്റ്സ് അക്രോസ് എ നെറ്റ്വർക്ക് ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ. ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റിലോട്ട് പാക്കറ്റ്സ് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണെന്ത്? റൗട്ടിംഗ്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി പെർഫോംഡ് ബൈ ഡെഡിക്കേറ്റഡ് ഡിവൈസസ് കോൾഡ് റൗട്ടേഴ്സ്. ഡെഡിക്കേറ്റഡ് ഡിവൈസസ് പോലുള്ള റൗട്ടേഴ്സ് പോലുള്ള ഡെഡിക്കേറ്റഡ് ഡിവൈസ് യൂസ് ചെയ്താണ് ഈ റൗട്ടിംഗ് പെർഫോം ചെയ്യുന്നത്. ആൻഡ് ദ റൗട്ടിംഗ് ഈസ് കൺസേൺ വിത്ത് ദ പ്രോബ്ലം ഓഫ് ഡിറ്റർമിനിങ് ഫീസിബിൾ പാത്സ് ഓഫ് പാക്കറ്റ്സ് ടു ഫോളോ ഈച്ച് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. അപ്പോൾ റൗട്ടിംഗ് സിംപ്ലി പറഞ്ഞാൽ നമുക്ക് റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് നമുക്ക് കണ്ടുപിടിക്കുക ഫോർ പാക്കറ്റ്സ് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് കുറേ പാത്ത്സ് കാണും. നമുക്ക് ഏത് പാത്താണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആ പാത്ത് ഡിറ്റർമൈൻ ചെയ്യാനാണ് റൗട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ നെറ്റ്വർക്ക് ലെയർ മസ്റ്റ് ഡിറ്റർമൈൻ ദ റൗട്ട് ഓർ പാത്ത് ടേക്കൺ ബൈ ഈച്ച് പാക്കറ്റ് ആസ് ദ ഫ്ലോ ഫ്രം എ സെൻഡർ ടു റിസീവർ. The algorithm that calculate these paths are referred as routing algorithm. So ഇങ്ങനത്തെ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അൽഗോരിതം നമുക്ക് എന്തെന്ന് പറയാം? റൗട്ടിംഗ് അൽഗോരിതം എന്ന് പറയാം. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിസൈഡിങ് ദ ഔട്ട്പുട്ട് ലൈൻ ഓവർ വിച്ച് എ പാക്കറ്റ് ഈസ് ടു ബി സെൻറ്റ്. ഓക്കെ, അതിൽ മെയിനായിട്ട് റൗട്ടിംഗ് അൽഗോരിതത്തിൽ വരുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമാലിറ്റി, സിംപ്ലിസിറ്റി ആൻഡ് ലോ ഓവർഹെഡ്, റോബസ്റ്റ്നെസ്, സ്റ്റെബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫെയർനെസ് ആണ്. നമുക്ക് ഫസ്റ്റ് റൗട്ടിംഗ് അൽഗോരിതം നോക്കാം. നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള റൗട്ടിംഗ് അൽഗോരിതം നമുക്ക് ടോട്ടൽ ഓഫ് എത്ര റൗട്ടിംഗ് അൽഗോരിതം ഉണ്ട്? ഇത്രയും നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് റൗട്ടിംഗ് അൽഗോരിതംസ് ആണ്. ഇതിൽ നമ്മൾ ഡാർക്കൻ ചെയ്ത് ബ്ലാക്കിൽ കൊടുത്തിട്ടില്ലേ, ആ ബോൾഡായി കൊടുത്തിരിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഒപ്റ്റിമാലിറ്റി പ്രിൻസിപ്പിൾ, ഷോർട്ടസ്റ്റ് പാത്ത് റൗട്ടിംഗ്, ഫ്ലഡിംഗ്, ഡിസ്റ്റൻസ് വെക്റ്റർ റൗട്ടിംഗ്, ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ്, മൾട്ടികാസ്റ്റ് റൗട്ടിംഗ്, റൗട്ടിംഗ് ഫോർ മൊബൈൽ ഹോസ്റ്റ്. ഇതൊക്കെയാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ ഈ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, ഒപ്റ്റിമാലിറ്റി പ്രിൻസിപ്പിൾ. So നോക്കിക്കേ, എന്താണ് optimality principle? The optimality principle states that if router J is on the optimal path from router I to router K, then the optimal path from J to K is also falls on the same road. അപ്പോൾ optimality principle സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു റൗട്ടർ J ഉണ്ട്, റൗട്ടർ I തൊട്ട് റൗട്ടർ K വരെയുള്ള ഒപ്റ്റിമൽ പാത്തിലാണ് റൗട്ടർ J നിൽക്കുന്നതെങ്കിൽ then the optimal path from റൗട്ടർ J to റൗട്ടർ K വരെയുള്ള ഒപ്റ്റിമൽ പാത്ത് എന്തായിരിക്കും? ആ സെയിം റൂട്ടിലായിരിക്കും പോകുന്നത്. ഇതാണ് ഒപ്റ്റിമാലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. As a direct consequence of optimality principle, we can see that the set of optimal routes from all sources to a given direction form a tree rooted at the destination. So ഈ ഒപ്റ്റിമാലിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഓരോ ഒപ്റ്റിമൽ റൂട്ട്സ്, ഒരു സെറ്റ് ഓഫ് ഒപ്റ്റിമൽ റൂട്ട്സ് ഉണ്ടാവും എല്ലാ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട്. അതെന്ത് ചെയ്യും? ഒരു ട്രീ റൂട്ടഡ് എന്ത് ചെയ്യും? ഫോം ചെയ്യും ആ ഒരു ഡെസ്റ്റിനേഷനിൽ. സച്ച് എ ട്രീ നമുക്ക് എന്ത് പറയാം? സിങ്ക് ട്രീ എന്ന് പറയാം. ഓക്കെ, സിങ്ക് ട്രീ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിൽ ഡിസ്റ്റൻസ് മെട്രിക് ഈസ് ദ നമ്പർ ഓഫ് ഹോപ്സ് ആയിരിക്കും. അതേപോലെ സിങ്ക് ട്രീസ് നോട്ട് നെസസറി യുണീക്ക് ആയിരിക്കില്ല, പക്ഷേ അതർ ട്രീസ് വിത്ത് ദ സെയിം പാത്ത് ലെൻസ് മേ എക്സിസ്റ്റ്. ഓക്കെ, ഇത് ഇത്രയാണ് ഒപ്റ്റിമാലിറ്റി പ്രിൻസിപ്പിൾ. 3 മാർക്കിനൊക്കെ ഒപ്റ്റിമാലിറ്റി പ്രിൻസിപ്പിൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ?